നമസ്കാരം. ശ്രീകാന്ത് കോട്ടയ്ക്കൽ എന്നറിയില്ലേ, മാതൃഭൂമി വാരാന്ത്യ പതിപ്പിൻ്റെ എഡിറ്റർ. അദ്ദേഹം എഴുതിയൊരു പുസ്തകമുണ്ട്, ഗാന്ധി നടന്ന വഴികളിലൂടെ. ആ പുസ്തകത്തിൽ ഒരു ഭാഗം ഒരു നീറ്റലായിട്ട് ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. സംഭവം ഇങ്ങനെയാണ്. ഗാന്ധിജിയുടെ സെക്രട്ടറി നാരായൺ ദേശായി രാജ്കോട്ടിൽ വെച്ച് ശ്രീകാന്തിനോട് പറഞ്ഞൊരു കാര്യമാണ് എഴുതിയിരിക്കുന്നത്. ഒരു ദിവസം നാരായൺ ദേശായി ഗാന്ധിജിയോടും കസ്തൂർബ ഗാന്ധിയോടൊപ്പം അഹമ്മദാബാദിൽ നിന്ന് വർധയിലേക്ക് തീവണ്ടിയിൽ യാത്രയായിരുന്നു. ഓരോ സ്റ്റേഷനിലും നമ്മൾ കേട്ടതുപോലെ തന്നെ ഗാന്ധിജിയെ കാണാൻ വേണ്ടിയിട്ട് വലിയ ജനക്കൂട്ടമാണ്. അവർ മഹാത്മാഗാന്ധിക്ക് ജയ് എന്ന് വിളിച്ചുകൊണ്ട് അരികിലേക്ക് ഇങ്ങനെ വരികയാണ്. കട്നി സ്റ്റേഷനിൽ വണ്ടി നിർത്തുമ്പോൾ ആൾക്കൂട്ടത്തിനിടയിൽ നിന്ന് ഒരാൾ മാത്രം കസ്തൂർബ ഗാന്ധിക്ക് ജയ് എന്ന് ഉറക്കെ വിളിച്ചുകൊണ്ട് ഈ ആൾക്കൂട്ടത്തെ മുഴുവൻ ഇങ്ങനെ തള്ളി മാറ്റിയിട്ട് തീവണ്ടിക്ക് അരികിലേക്ക് ഇങ്ങനെ കുതിച്ചു വന്നു. ഗാന്ധിജിയും കസ്തൂർബയും തീവണ്ടിയുടെ വാതിലിനരികിലേക്ക് നീങ്ങി നിന്നു. ഒരു മുഷിഞ്ഞ നാറിയ വേഷവും ധരിച്ച് ലഹരിയിൽ മുങ്ങിത്താണ് മുന്നോട്ട് വന്ന വ്യക്തി ആരാന്നറിയോ? മഹാത്മാഗാന്ധിയുടെ മൂത്ത മകൻ ഹരിലാൽ ഗാന്ധി. അയാളുടെ കയ്യിൽ ഒരു മുസമ്പി ഉണ്ടായിരുന്നു. അത് അമ്മയുടെ കസ്തൂർബ ഗാന്ധിയുടെ കയ്യിലേക്ക് കൊടുക്കുമ്പോൾ ഗാന്ധി ചോദിച്ചു, മോനെ, എനിക്ക് നീ ഒന്നും കൊണ്ടുവന്നിട്ടില്ലേ എന്ന്. അയാൾ അലറി വിളിച്ചുകൊണ്ട് പറയുകയാണ്, നിങ്ങൾക്കൊന്നുമില്ല, അമ്മയുടെ പുണ്യത്തിൻ്റെ ശക്തി കൊണ്ടാണ് താങ്കൾ ഇത്രയും വലിയ ആളായത് എന്ന് മറക്കണ്ട എന്ന്. കഴിഞ്ഞില്ല. ഗാന്ധിജി മകനോട് ചോദിച്ചു, നീ ഞങ്ങളുടെ കൂടെ പോരുന്നില്ലേ എന്ന്. ഹരിലാൽ ഗാന്ധി പറഞ്ഞത്രേ, ഇല്ല, ഞാൻ ഈ അമ്മയെ കാണാൻ വേണ്ടി മാത്രം വന്നതാണ്. പിന്നീട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് കസ്തൂർബ ഗാന്ധിയോട് പറഞ്ഞത് ഇതാണ്, ഞാനീ കൊണ്ടുവന്ന മുസമ്പി അമ്മ കഴിക്കണം അമ്മേ, അമ്മ മാത്രം കഴിച്ചാൽ മതി. ഭയങ്കരമല്ലേ? ഓരോ വീട്ടിലും മാതാപിതാക്കൾ പഠിക്കേണ്ട ഒരു കാര്യം സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പുസ്തകത്തിലെ ഇത്രയും കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞത്. നീ കൂടെ ഉള്ളത് കൊണ്ടാണ് എനിക്ക് ഇങ്ങനെയൊക്കെ ആവാൻ കഴിഞ്ഞത് എന്ന് ഓരോ ഭാര്യയും ഭർത്താവും പരസ്പരം ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുകയും അത് മറച്ചു വയ്ക്കാതെ തുറന്നു പറയുകയും ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ വീടുകളിലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ അവിടെ അവസാനിക്കും. ഞാൻ വിവാഹിതനാവുന്ന കാലത്ത് ഞാൻ ഈ ട്രൂപ്പുമായിട്ട് തലങ്ങും വിലങ്ങും ഓടി നടന്ന പരിപാടികൾ നടത്തുന്ന സമയമായിരുന്നു. ഒരുപാട് വിദേശയാത്രകൾ, തുടർച്ചയായിട്ട് 4 മാസക്കാലം വീട്ടിൽ നിന്ന് വിട്ടുനിന്ന് പലതവണകളായിട്ട് നടത്തിയിട്ടുള്ള ഭാരതയാത്രകൾ. അങ്ങനെ വീട്ടിലുണ്ടാവുന്ന സമയം വളരെ കുറച്ചായിരുന്നു. കവിത ഇവിടെയാണ് വീട്ടിൽ. അവിടെയൊക്കെ എൻ്റെ ഭാര്യ കവിത ഒരു പരിഭവവും പറയാതെ ഒപ്പം നിന്നതുകൊണ്ടാണ് എനിക്ക് സ്വസ്ഥമായിട്ട് ഓരോ വേദിയിലും ചിരിച്ചുകൊണ്ട് പെർഫോം ചെയ്യാൻ പറ്റിയത്. അതായത് കവിത ഒപ്പമുള്ളത് കൊണ്ടാണ് ഞാനായത് എന്നർത്ഥം. ഈ ഒരു തുറന്നു പറച്ചിൽ മക്കളുടെ മുന്നിലും വീട്ടിൽ വിരുന്ന് വരുന്നവരുടെ മുന്നിലും സ്വന്തക്കാരുടെ മുന്നിലൊക്കെ പരസ്യമായിട്ട് ഇങ്ങനെ പറഞ്ഞ് ശീലിച്ച് നോക്കൂ. ഒപ്പമുള്ള ആളിൻ്റെ സെൽഫ് എസ്റ്റീം ഇങ്ങനെ പടർന്ന് പന്തലിക്കുന്നത് കാണാം. പരസ്പരം പൊരുത്തപ്പെടാനാവാത്ത ഒരുപാട് കാര്യങ്ങളുണ്ടാവും നമ്മുടെ വീട്ടിൽ. അതെല്ലാം അകത്ത് വെച്ച് രഹസ്യമായിട്ട് പറഞ്ഞു തീർക്കണം. മക്കളുടെ മുന്നിൽ വെച്ച് ഒരിക്കലും വഴക്കടിക്കാതെ അടച്ചിട്ട വാതിലിനുള്ളിൽ എല്ലാ പരിഭവങ്ങൾക്കും ഒരു കോംപ്രമൈസിലെത്താൻ സാധിച്ചാലുണ്ടല്ലോ, നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ സുന്ദരമാണ്, സുഖകരമാണ്. വീണ്ടും ചില വീട്ടുകാർ